വൈറ്റ് ഹൌസിന് സമീപം സുരക്ഷാ ഉദ്യോഗസ്ഥരും ആയുധധാരികളും തമ്മിൽ വെടിവയ്പുണ്ടായിരുന്നു. സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി വൈറ്റ് ഹൌസിലേക്കുള്ള പ്രവേശന കവാടങ്ങൾ ഇപ്പോൾ അടച്ചിട്ടുണ്ട്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ വാഹന വ്യൂഹം കടന്നുപോയി നിമിഷങ്ങൾക്കകമാണ് വെടിവയ്പുണ്ടായത്. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര ചേരുന്നു, ന്യൂജേഴ്സിയിൽ നിന്നാണ്. മധു, ഗുഡ് മോർണിംഗ്. എന്താണ് സാഹചര്യം? ഈ ആയുധധാരിയെ കീഴ്പ്പെടുത്താനായോ? ഗുഡ് മോർണിംഗ് ഗോകുൽ, ദിൽനാം. വൈറ്റ് ഹൗസിന് സമീപം അതീവ സുരക്ഷാ മേഖലയിലാണ് ഈ നാടകീയ സംഭവങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അരങ്ങേറിയത്. ആയുധധാരിയായ ഒരാളും അതുപോലെ സീക്രട്ട് സർവീസ് ഏജന്റുമാരും തമ്മിൽ വെടിവെപ്പുണ്ടായതായിട്ടാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഈ സമീപത്ത് ഒരു ബാലൻ ഉണ്ടായിരുന്നു, ആ കുട്ടിക്കും വെടിയേറ്റതായിട്ട് അധികൃതർ പറയുന്നുണ്ട്. സംശയാസ്പദമായ ഒരു സാഹചര്യത്തിൽ തോക്കുമായിട്ട് ഒരാളെ കണ്ടു. ആളെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഈ സംഘർഷമുണ്ടായത്. ഈ ആക്രമി ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും പിന്നീട് സീക്രട്ട് ഏജന്റുമാർക്ക് നേരെ വെടിയുതിർക്കുകയും ചെയ്തു. ഈ ഉദ്യോഗസ്ഥർ തിരിച്ചും വെടിവെച്ചു. ഈ വെടിവെപ്പിൽ പരിക്കേറ്റ ആക്രമിയെ പിന്നീട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായിട്ടാണ് അറിയാൻ സാധിച്ചത്. ഇയാളുടെ ഇപ്പോഴത്തെ നില എങ്ങനെയാണെന്ന് വ്യക്തമല്ല. ഈ ആക്രമി തൊടുത്ത ഒരു വെടിയുണ്ട തട്ടിയാണ് ഈ വഴിയാത്രക്കാരനായ കുട്ടിക്ക് പരിക്കേറ്റത്. കുട്ടിയുടെ പരിക്കത്ര ഗുരുതരമല്ലെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. നേരത്തെ ഗോകുൽ സൂചിപ്പിച്ചതുപോലെ US വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ വാഹന വ്യൂഹം വാഷിംഗ്ടൺ മോണ്യുമെന്റിന്റെ സമീപത്തൂടെ കടന്നുപോയി. ഏതാണ്ട് ഒരു സെക്കൻഡുകൾക്കകമാണ് ഈ വെടിവെപ്പുണ്ടായത്. വാൻസ് സുരക്ഷിതനാണെന്ന് ഉള്ള ഔദ്യോഗിക റിപ്പോർട്ടുകളുണ്ട്. സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി വൈറ്റ് ഹൗസിലേക്ക് ഒരു ലോക്ക്ഡൌൺ പോലെ അതിന്റെ പ്രവേശന കവാടങ്ങൾ അടച്ചു. മാധ്യമപ്രവർത്തകരുണ്ടായിരുന്നു, അവരെ ബ്രീഫിംഗ് റൂമിലേക്ക് പെട്ടെന്ന് മാറ്റുകയും ചെയ്തു. ഈ വെടിവെപ്പിന് ശേഷം ഇപ്പോൾ ഈ ഏരിയ മുഴുവൻ സീക്രട്ട് സർവീസിന്റെ നിയന്ത്രണത്തിലാണ്. ഇതേപ്പറ്റി FBI അതുപോലെ സീക്രട്ട് സർവീസും സംയുക്തമായിട്ട് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. ഗോകുൽ, ദിൽന. ശരി, മധു കൊട്ടാരക്കരയാണ് വിവരങ്ങൾ പങ്കുവച്ചത് അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്നും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.